യെസ്, ഞാൻ ഡിസബിലിറ്റി പേഴ്സണാണ്. അതിനിപ്പോൾ എന്താ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് പോയിട്ടുള്ള ഗോപാലസ്വാമി ടെമ്പിളിലാട്ടോ. ഇതൊക്കെ അതിൻ്റെ ഉള്ള ഓരോ തമാശകളാണ്. പോകുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും കാര്യങ്ങളും. ഗോപാലസ്വാമി ടെമ്പിളിലെ ടിക്കറ്റുള്ള വരെയാണ് ഈ കാണുന്നത്. ഞാനിവിടെ മടക്കുത്തി വന്നിട്ട് ചെക്കന്മാർക്കൊക്കെ ഭയങ്കര അത്ഭുതം ആലോചിച്ചുകൊണ്ട് കരുതും എന്താ സംഭവിച്ചത്, കാലിനെന്താണ് സംഭവം. യെസ്, ഐ ആം ഡിസബിലിറ്റി പേഴ്സൺ. യെസ്, ഞാൻ ഡിസബിലിറ്റി പേഴ്സണാണ്. അതിനിപ്പോൾ എന്താ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓർത്ത് സങ്കടപ്പെടാനും സങ്കടം ഉണ്ടാവും, പക്ഷെ അതോർത്ത് ജീവിതം നശിപ്പിച്ച് കളയാനൊന്നും എന്തായാലും പിന്നെ കൊണ്ട് പറ്റില്ല. എല്ലാരും പോലൊന്നും പറ്റൂലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കും. അല്ലേ, പറ്റുന്ന രീതിയിൽ ജീവിക്കുക, പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രമിച്ചു നോക്കുക, കിട്ടാത്തതാണെങ്കിൽ കളയാം. പണ്ടിന്റെ ബിച്ച പറയുന്ന പോലെ രാജാവിനെന്തൊക്കെയോ വഴിയെടുക്കടാറ് ആ റേഞ്ചാ. നേരെ ചെല്ലുക, ഇനിയിപ്പോ അഥവാ നിൽക്കാൻ പറ്റിയില്ല, ഒട്ടും പറ്റില്ല, ഇതുപോലൊക്കെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നേരെ പോവാ. എനിക്കും വേണം വൈസ് സ്റ്റാർ ഡയറക്റ്റ് ടിക്കറ്റ്. നിങ്ങളോട് ചോദിച്ചു ഞങ്ങൾ 9 ടിക്കറ്റ്, പക്ഷെ 9 ടിക്കറ്റ് തരാനുള്ള വകുപ്പില്ല. എന്തേലൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിൽക്കരുത്. പിന്നെ അതുള്ള നമുക്കെങ്ങനെ ഉപകാരപ്പെടും, നമ്മളെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും, അത് മാത്രം ചിന്തിക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അത് നടപടിയാളാ, പ്രത്യേകിച്ച് നമ്മളെ കാര്യത്തില്. ടീം ഇവിടം വരെ എത്തി, അത്രയും ദൂരത്ത് നിന്ന് ഇത്രയും അടുത്ത് വരെ. നല്ല വെയിലുണ്ടല്ലേ, ചൂടൊക്കെ ഉണ്ടോ, ചൂടൊക്കെ ഉണ്ടോ? തണുത്ത് കയറിയ അമ്മാര് ടിക്കറ്റ് എടുത്ത് വരുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങനെ ടിക്കറ്റ് കിട്ടി ഞങ്ങൾ എല്ലാവരും അകത്തൊക്കെ കയറി. ബസ്സിനുള്ള വെയിറ്റിംഗ് ആണ്. ഒരു ബസ് വരാനുണ്ട്, അവിടുത്തെ KSRTC എന്ന് പറയും. അങ്ങനെ ബസ് വന്നു, എല്ലാവരും ബസ് കയറി. നല്ല വെയിലത്തുന്നതിൻ്റെ ക്ഷീണം എല്ലാവരും മുഖത്തോട്ട്. അങ്ങനെ അടിപൊളിയാണ്. പോകും മുകളിൽ കാഴ്ച എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. പക്ഷെ ബാക്കി അങ്ങനെ പോകാത്ത ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ അറിയില്ല സംഭവം. എല്ലാവരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ബസ് എത്തി, ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് ഇറങ്ങുകയാണ്. നല്ല കാഴ്ചയായിരുന്നു. പൊരി വെയിലാണെങ്കിലും അത്യാവശ്യം നല്ല കാഴ്ചയായിരുന്നു. ഒരു അമ്പലമാണ് ശരിക്കും. നല്ല വെയിലാണെങ്കിൽ പണിയാണ്, മഴയാണെങ്കിൽ വലിയ സീനില്ല. അങ്ങനെ കൂട്ടുള്ളവരെ കൈയൊക്കെ പിടിച്ച് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് താഴത്തോട്ട് ഇറങ്ങി. വരി ഇപ്പോഴും അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അതിന് വലിയ കുറവൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.